നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എങ്കിൽ പിന്നെ സമയമായില്ലേ, നിങ്ങൾ പുറപ്പെടാൻ നോക്കുക. പ്രിയങ്ക താൻ വലിയ വലിയ ആളുകളെ കൊണ്ടുപോക്കാം. ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു പോയിക്കോളാം. വരൂ, പോയിട്ട് വാ. തന്റെ അച്ഛനാ. ഹലോ. ആ, അച്ഛനാ മോനെ. എനിക്ക് മോനോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നാളെ രാവിലെ മോനൊന്ന് ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റുമോ? വരാം. അപ്പൊ നമുക്ക് നേരിൽ കാണാം, എന്നിട്ട് സംസാരിക്കാം. നാളെ അത്യാവശ്യമായിട്ട് ഒന്ന് നേരിട്ട് കാണണമെന്ന് പറയും. അതെന്തിനാണെന്ന് എനിക്കറിയാം. ചേച്ചിക്ക് അഭിനയിക്കാൻ കൂട്ടുപോണോന്ന് പറയാനായിരിക്കും. എന്താ അതും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാണോ വരുൺ? നാണോ ഉണ്ടോടാ നിനക്ക്? ഇവൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുക, എന്നിട്ട് വേറൊരുത്തിക്ക് വേണ്ടി അത് മാറ്റി കൊടുക്കുക. രാധികയ്ക്ക് അഭിനയിക്കാൻ കൂട്ടുപോവാൻ നീ ആരാ? അവളുടെ ആയയോ? ചെല്ല്, കണിമംഗലത്തെ രാജകുമാരൻ സിനിമാ നടിയുടെ വേർപ്പ് ഒപ്പിക്കൊടുക്ക്. നാണക്കേട്. വരുൺ, നാളെ ക്ഷേത്രത്തിൽ പോകുമ്പോ വരുണിന്റെ കൂടെ ഞാനും വരുന്നുണ്ട്. എന്തിനാ? ചേച്ചി അഭിനയിക്കരുതെന്ന് പറയാൻ. അച്ഛന്റെ മുഖത്ത് നോക്കി വരുൺ അത് പറഞ്ഞിരിക്കണം. മനസ്സിലായോ? കാണണമെന്ന് പറഞ്ഞത് ചേച്ചി അഭിനയിപ്പിക്കേണ്ട കാര്യം പറയാനാണെങ്കിൽ അച്ഛൻ അത് പറയണ്ട. ഞാൻ വരുണിനെയാണ് സംസാരിക്കാൻ വിളിപ്പിച്ചത്. വരുൺ, കാര്യങ്ങളൊക്കെ തനിക്കറിയാലോ. ആ ഡയറക്ടറും ഫിദാമേഡവും വന്നപ്പോ എനിക്ക് അവർക്ക് വാക്ക് കൊടുക്കേണ്ടി വന്നു. അതിപ്പോ അവര് വന്നുകൊണ്ട് മാത്രമല്ലാന്ന് കൂട്ടിക്കോളും. ആലോചിച്ച് നോക്കിയപ്പോ എന്റെ ഒരു പ്രായശ്ചിത്വം അതിലുണ്ട്. രാധയ്ക്ക് വേണ്ടി ഒരു കാലത്ത് ഒന്നും ഞങ്ങൾ കൂട്ടിവച്ചിട്ടില്ല. പ്രത്യേകിച്ച് മോഹങ്ങളൊന്നും അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. എന്തിന്, അവളുടെ വിവാഹത്തിന് മുമ്പ് പ്രിയങ്കയുടെ വിവാഹം തീരുമാനിക്കപ്പെട്ടപ്പോ മറ്റാരേക്കാളും സന്തോഷിച്ചത് അവൾ. അവൾക്ക് ത്യാഗം ചെയ്യാനേ അറിയൂ, വെട്ടിപ്പിടിക്കാൻ അറിയില്ല. സത്യം പറഞ്ഞ ഞാൻ ഈ സിനിമാഭിനയത്തിനൊക്കെ എതിരെ നിന്നിരുന്ന ഒരാളാണ്. മുൻപ് പ്രിയങ്കമോളതിന് ശ്രമിച്ചപ്പോ ഞാൻ തടസ്സം നിൽക്കുകയും ചെയ്യും. പക്ഷേ കാലം നമ്മുടെ മുന്നിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. തൊഴുത് കഴിഞ്ഞോ മോളെ? കഴിഞ്ഞു അച്ഛാ. ഞാൻ പറഞ്ഞു വന്നത്, രാധിക മോള് ഉന്നതമായൊരു നിലയിലെത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന്റെ മാർഗം
സിനിമയാണോ അതോ മറ്റെന്തെങ്കിലും ആണോന്നോ ഞാൻ ആലോചിച്ചിട്ടില്ല. എന്തായാലും ഇതിപ്പോ എന്റെ മോളെ തേടി വന്നൊരു ഭാഗ്യമാണ്. ഇത് വേണ്ടാന്ന് വെക്കണ്ടെന്നാണ് എന്റെ തീരുമാനം. അച്ഛാ, നിന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരാളാണ് നിന്റെ ചേച്ചി. ചേച്ചിക്ക് വേണ്ടി ഇങ്ങനൊരു വിട്ടുവീഴ്ച മോള് ചെയ്തേ പറ്റും. പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ചതിക്കുഴികൾ ഒരുപാടുള്ള സ്ഥലത്തേക്കാണ് എന്റെ മോളിപ്പോ പോവാൻ പോകുന്നത്. അവിടെ ഇവിടെ സുരക്ഷിതമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇന്ന് സിനിമയുടെ പൂജയല്ലേ, വരുൺ രാധിക മോളോടൊപ്പം ഒന്ന് പോണം. എന്തിന്? അഭിനയിക്കാൻ തീരുമാനിച്ചവർക്ക് തനിച്ച് പൊക്കൂടെ? അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് വരുണിനെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എനിക്ക് വരുണിന് വിശ്വാസമുണ്ട്. വരുണിന്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ എന്റെ മോക്ക് ഒരു കുഴപ്പവും വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ വരുൺ, ബുദ്ധിമുട്ടാവോ തനിക്ക്? ഇല്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. വരുൺ, അച്ഛൻ പറയുന്നത് എനിക്ക് അനുസരിച്ചേ പറ്റൂ. എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടെന്ന് വരുണിന് തോന്നിയാൽ അത് എന്നോട് തുറന്നു പറയണം. നമുക്കിത് വേണ്ടാന്ന് വെക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അച്ഛാ, വരുണിന് ചിലപ്പോ ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവും. ഞാൻ വേണമെങ്കിൽ തനിച്ച് പോയിക്കോളാം. വേണ്ട, വരുൺ വരൂ. എങ്കിൽ പിന്നെ സമയമായില്ലേ, നിങ്ങൾ പുറപ്പെടാൻ നോക്കുക. ആ, രാധിക വരും. പ്രിയങ്ക, താൻ വലിയ വലിയ ആളുകളെ കൊണ്ടുപോക്കാം. ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു പോയിക്കോളാം. വരൂ. പോയിട്ട് വാ മോളെ. അച്ഛന് സന്തോഷായില്ലേ? പക്ഷെ അച്ഛൻ ഒന്ന് ഓർത്തോ, സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അനുഗ്രഹിച്ച് യാത്രയാക്കിയില്ലേ, അത് പൂർത്തിയാവില്ല. കാരണം എന്റെ ചങ്ങി കുത്തിയ യാത്ര. എന്റെ കൃഷ്ണ, നല്ലത് മാത്രം വരുത്തണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.